കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. ഇപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരും കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഭഗവാൻ ഏത് രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. ആ മഞ്ജുള വാരസ്യാരെ ഒന്ന് സ്മരിച്ച് ആ പ്രദക്ഷിണം ചെയ്യുമ്പോൾ വെങ്കല ഗരുഡ ശില്പവും ഭഗവാന്റെ വാഹനമായ ഗരുഡൻ്റെ ശില്പവും അതേപോലെ ഭഗവാന്റെ കളിത്തോഴനായ ആ കുബേരൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വരിക, ഗണേശനെ കാണുക. അത് കഴിഞ്ഞ് വരുമ്പോൾ തൊഴുത് പ്രാർത്ഥിച്ച് അങ്ങനെ വരുമ്പോൾ അനന്തശയനം കൂടി കണ്ട് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ വലിയ കൊടിമരവും ഗജരാജൻ കേശവൻ്റെ കൊമ്പുകളും വലിയ ബലിക്കല്ലും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ ആ പീഠവും കെടാവിളക്കും കാണാം. അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുതു. ഇനി നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ നിറയെ പ്രകാശം, ആ ഒരു വെള്ളിയുടെ വിളക്കിലും നെയ്യിൻ്റെ സ്വർണത്തിൻ്റെ വിളക്കിലൊക്കെ നെയ്യൊഴിച്ച് നെയ്ദീപം, അതിൻ്റെ പ്രകാശം അത് ഭഗവാന്റെ മുകളിലുള്ള അടയാഭരണങ്ങളിലൊക്കെ തട്ടുമ്പോൾ അതിങ്ങനെ പ്രതിഫലിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് കാണാനിന്ന് നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതിന് തന്നെ ആമേനെയാണ് കാണുന്നത്. ആമയുടെ കാലുകൾ കാണാണ്ട് ആമയുടെ ആ പുറന്തോടൊക്കെ ഇങ്ങനെ ചുവന്ന പട്ടൊക്കെ ഇങ്ങനെ ആയിട്ട് ആ പുറത്തെ ആ ശൽക്കങ്ങൾ ഇങ്ങനെ കാണിക്കുന്നു. അങ്ങനെ ആ അര വരെ ആമയും അതിന് ശേഷം മഹാപ്രഭുവായിട്ടാണ്. ഇന്നിപ്പോൾ ദശാവതാരത്തിലെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരമാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. അരയിലെ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ആ മഹാപ്രഭുവിൻ്റെ രൂപമാണ്. അങ്ങനെ ആ ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല മാറത്ത് ചാർത്തിയിട്ടുണ്ട്. പിന്നെ ശംഖ്, ചക്രം, ഗദ, പത്മത്തോട് കൂടിയിട്ട് ചതുർബാഹുവായിട്ടാണ് മഹാപ്രഭു നിൽക്കുന്നത്. അപ്പോൾ ശംഖും ചക്രവും സ്വർണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഗദ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതേപോലെ പത്മം ഒരു താമരപ്പൂവ് കൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കിരീടം, പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. തിരുനെറ്റിയിൽ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടാണ് കൂർമ്മ അവതാര രൂപിയായിട്ട് ഭഗവാൻ ഭക്തരെ കാണാനായിട്ട് നിൽക്കുന്നത്. എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും പറഞ്ഞാൽ എല്ലാം ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് ഉള്ള എല്ലാറ്റിനും പരിഹാരം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തന്നെയാണ് എല്ലാറ്റിൻ്റെയും ആദ്യ അവസാനം എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും രക്ഷിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയാണ് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട്. നമ്മളങ്ങോട്ട് ചെല്ലുക എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ചെല്ലുകയാണ്. നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണ് ഇപ്പോൾ എന്നങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അപ്പോൾ ഭഗവാന്റെ ആ കൂർമാവതാര മൂർത്തിയുടെ അവതാരം നമ്മളെ അനുഗ്രഹിക്കും ആ ഒരു കാഴ്ച. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. 2 തിരുമുടിമാലയുണ്ട്. വെളുത്ത പൂവിൻ്റെയും തെച്ചിയും കൂടി ഉള്ളതൊന്ന്, പിന്നെ തുളസിയും തെച്ചിയും വെളുത്ത പൂ കുറച്ചുമായിട്ടുള്ളതും. അതേപോലെ 2 ഉണ്ടമാലയുണ്ട്. 2 ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ തെച്ചിയും തുളസിയും വെളുത്ത പൂ ഒന്ന്, പിന്നെ തെച്ചിയും തുളസിയും മാത്രമുള്ളത്. അങ്ങനെ 2 ഉണ്ടമാലയും 2 തിരുമുടിമാലയും ചാർത്തിയിട്ട് ആണ് ആ കൂർമാവതാര മൂർത്തിയായിട്ട് മഹാപ്രഭുവായിട്ട് ഭഗവാൻ ശ്രീലകത്ത് വിളങ്ങുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണെന്ന് അങ്ങനെ തൊഴുതോളൂ, മനസ്സിൽ അങ്ങനെ വിചാരിച്ചോളൂ. അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ആലിലക്കണ്ണനെയും കണ്ട് തൊഴുത് നേരെ സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നേരെ ഗണേശനെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ഇറങ്ങി നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കാണാം, തൊട്ട് തലോടാം.
മത്സ്യം, കൂർമ്മ, വരാഹ, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടു തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ടു തൊഴാം. ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ടു തൊഴുത് നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അത് കഴിഞ്ഞ് ഇങ്ങനെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരശയ്യയിലുള്ള ഭീഷ്മരുടെ ഒരു കാഴ്ച കാണാം. പിന്നീട് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ടു തൊഴുത് മുരുകനെയും കണ്ടു തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരൂപവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. പിന്നീട് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിന് ശേഷം തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴുത് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. അതേപോലെ ആ ഗ്രില്ലിന് അപ്പുറത്തേക്ക് നോക്കിയാൽ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയും കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് അടുത്ത അറയിലെത്തുമ്പോൾ കുറൂരമ്മി, നാരദരും, മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴാം. പിന്നീട് വടക്കേ നടയിൽ കൂടെ പുറത്തു വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി ഇടത്തരികത്ത് കാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് വരുമ്പോൾ ആ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. മമ്മിയൂർ ക്ഷേത്രത്തിൽ പോകുന്നതായിട്ട് സങ്കല്പിച്ച് എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. വീണ്ടും നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ കൂർമാവതാരമൂർത്തിയെ ഒന്നുകൂടി കണ്ടു തൊഴുത് നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിലും വന്ന് ആ കിടാവൾക്ക് കണ്ടു തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അതിനുശേഷം അവിടുന്ന് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തു വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കി ആ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണനെയും കണ്ട് തൊഴുത് നേരെ നമ്മൾ ഭഗവതി നടയിലും കിഴക്കേ നടയിലൊക്കെ വന്ന് തൊഴാം. പിന്നീട് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീ ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.